ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ബോർബൺ മിൽക്ക് ഷേക്കാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് ബോർബൺ മിൽക്ക് ഷേക്ക്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ 2 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബോർബോൺ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് 2 ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഫ്രോസ്ഡ് മിൽക്കാണ്, അതായത് കട്ടപ്പാൽ. 2 കപ്പ് ഫ്രോസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ കോഫി പൗഡറും ഇതിലോട്ട് ആഡ് ചെയ്യണം. കോഫി പൗഡർ ഡയറക്റ്റായിട്ട് ചേർക്കരുത്. 2 ടീസ്പൂൺ ഇളം ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കരുത്, മിൽക്ക് മാത്രം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്യണം. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീമും എടുക്കാം. വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. ഇനി അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ വെറും 2 മിനിറ്റ് കൊണ്ട് ഗസ്റ്റിനെയൊക്കെ നെട്ടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബോർബോൺ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബോർബോൺ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബോർബോൺ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ബിസ്ക്കറ്റും പാലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.